ഓപ്പറേഷൻ തൂഫാനിലെ അറസ്റ്റ് 1500 അടുക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ലഹരി വസ്തുക്കൾ വിറ്റഴിച്ചിട്ടും സംസ്ഥാന സർക്കാരോ പോലീസോ ഇതിന് വേണ്ട അന്വേഷണങ്ങൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം നമ്മുടെ നാടിനെ ലഹരിമുക്തമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നിരോധിത വസ്തുക്കളൊക്കെ കെട്ടുകണക്കിന് പിടിച്ചെടുക്കുന്ന എന്താ അവസ്ഥയല്ലേ? വയനാട് ബീനാച്ചിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 10 ചാക്ക് ഹാൻസ് ആണ് പിടിച്ചത്. പള്ളിക്കണ്ണി സ്വദേശി ഇസ്ഹാക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമീർ ബിൻ കരീം നമുക്കൊപ്പം വീണ്ടും എത്തുകയാണ്. സമീർ ബിൻ കരീം, ബീനാച്ചിയിൽ ഹാൻസുമായിട്ട് വന്ന ഇസ്ഹാക്ക് ഇത് എങ്ങോട്ട് കൊണ്ടുപോയതാണ്? സുജയ, അദ്ദേഹം ഈ ഇസാക്ക് എങ്ങോട്ടും കൊണ്ടുപോയതല്ല. ഇയാൾ വീട്ടിൽ സൂക്ഷിച്ച നിലയിലുള്ള ഹാൻസ് ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത്. ഇയാളുടെ തൊട്ടപ്പൻകുളത്തുള്ള വാടക വീട്ടിലാണ് ഹാൻസ് ശേഖരം ഉണ്ടായിരുന്നത്. ഇയാളെ ഈ സുൽത്താൻ ബത്തേരി പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വീട്ടിലെത്തി പോലീസ് പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ ചുമരിൽ പ്രത്യേകമായ അറ ഉണ്ടാക്കി അതിനകത്ത് 8000 പാക്കറ്റ് ഹാൻസ് ശേഖരിച്ചു വെച്ചത്. അതിനുശേഷം ഈ ഒരു അലമാര ഈ ഭാഗത്തേക്ക് നീക്കി വെച്ചുകൊണ്ട് ഇത് മറച്ച നിലയിലായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഹാൻസ് ഇവിടെ സൂക്ഷിച്ച നിലയിലുള്ള കാര്യം പോലീസിന് തന്നെ മനസ്സിലാകുന്നത്. ഇയാൾ ഈ ഹാൻസ് വയനാട് ജില്ലയിൽ വിതരണം ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത്. 20 രൂപ നിരക്കിൽ ഇയാൾ വിവിധ കടകളിലേക്ക് ഈ ഹാൻസ് എത്തിച്ചു നൽകി അവർ ഈ ചില്ലറ വിൽപ്പന നടത്തുന്ന ആളുകളിലേക്ക് നൽകുന്ന രീതിയാണ് ഉള്ളത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇയാൾ ഹാൻസ് എത്തിക്കുന്നത് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. 3 ലക്ഷത്തിലധികം രൂപ മൂല്യമുള്ള തരത്തിലുള്ള ഹാൻസ് ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത്. 10 ചാക്കുകളിൽ ഇയാൾ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹാൻസ് എന്നുള്ളതാണ്. ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്.